കാസർഗോഡ് മൗൽ സ്വദേശിയായ വഴിയോര കച്ചവടക്കാരനെ വധിക്കാൻ ശ്രമിച്ച പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിൽ പോലീസിനെതിരെ യുവാവിന്റെ കുടുംബം 3 മാസം പിന്നിട്ടിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് മുഹമ്മദ് ഷബീറിനെ മർദ്ദിക്കാൻ ശ്രമിച്ച പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ കാരണമായതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഷബീർ ഇപ്പോഴും ചികിത്സയിലാണ്. മൂന്ന് മാസം മുൻപാണ് കാഞ്ഞങ്ങാട് നഗരത്തിൽ പഴക്കച്ചവടം നടത്തുന്നതിനിടെ പള്ളിക്കര മൊബൈൽ സ്വദേശി മുഹമ്മദ് ഷബീറിനെ ഗുണ്ടാസംഘം ക്രൂരമായി മർദ്ദിച്ചത്. ഓറഞ്ചിന്റെ വിലയുമായി ബന്ധപ്പെട്ട തർക്കം മർദ്ദനത്തിന് കാരണമാവുകയായിരുന്നു. സംഭവത്തിൽ നെല്ലിക്കാട്ടെ സ്വദേശികളായ കൃഷ്ണൻ, വിപിൻ, പ്രീജിത് കുമാർ എന്നിവരെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഷബീർ മംഗലാപുരത്തെ ആശുപത്രിയിൽ ദിവസങ്ങളോളം അബോധാവസ്ഥയിലുമായിരുന്നു. ഷബീർ ആരോഗ്യനില ഇപ്പോഴും പൂർണ്ണമായും വീണ്ടെടുത്തിട്ടില്ല. 3 മാസത്തോളം ജാമ്യം ലഭിക്കാതിരുന്ന പ്രതികൾക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചത് കേസന്വേഷണത്തിൽ പോലീസ് കാണിച്ച അലംഭാവം കൊണ്ടാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഒരു ചെക്കനെ വന്നിട്ട് കണ്ടിട്ടുമില്ല, മൊഴിയെടുത്തിട്ടുമില്ല. മൊഴിയെടുക്കുമ്പോൾ കുറച്ച് ഓർമ്മശക്തി കുറവുണ്ട്. എന്നാലും എനിക്ക് അവനോട് ചോദിച്ചാലും അവന് ഏകദേശം ഉള്ളത് പറയും. ആ രോഗിനെ ഒന്ന് കാണാൻ പോലും പോലീസ് വന്നിട്ടില്ല. 3 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കേണ്ട കേസിൽ പോലീസ് നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചു. കേസിന്റെ പുരോഗതി അറിയാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടെങ്കിലും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. മുഹമ്മദ് ഷബീറിന് നീതി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് പിതാവിന്റെ തീരുമാനം. 24 കാസർഗോഡ്.